Hello and welcome to another edition of the Migration Stories. This is Balagopal, editor of UKMalayali.com. I'm coming to you halfway through this week to give you an update in regards to the healthcare visa. I'll explain that in Malayalam. കഴിഞ്ഞ ആഴ്ചയായിട്ട് നമുക്ക് കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് healthcare visa 6145 on the shortage occupation list. അത് എടുത്തു കളയോ അല്ലെങ്കിൽ അതിനെന്താ മാറ്റം വരുന്നത്, അതിനെക്കുറിച്ചുള്ള കുറെ അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഓക്യുപേഷൻ നമ്മളിൽ നിന്ന് നീ എടുത്തു മാറ്റുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ നമ്മൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ UK ഗവൺമെന്റ് തന്നെ 3rd of April ഒരു ഗൈഡൻസ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അത് കൂടുതലും അത് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു എത്തിക്കൽ റിക്രൂട്ട്മെന്റ് നടത്താം, അവരുടെ NHS ഹോസ്പിറ്റൽസിലും അവരുടെ കെയർ ഹോംസിലേക്കും എങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എത്തിക്കൽ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള ഒരു ഗൈഡൻസ് തന്നെ 3rd of April 2023 പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കറിയാമായിരുന്നല്ലോ, ഫെബ്രുവരിയിൽ ഹെൽത്ത് കെയർ വിസയുടെ ഒരു എക്സ്റ്റൻഷൻ പീരീഡ് ഉണ്ടായിരുന്നു. 2022 ഉണ്ടായിരുന്നത് 2022 ഫെബ്രുവരിയിൽ അതിൽ മാറ്റം വരുവോ ഇല്ല എന്നുള്ള അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഗവൺമെന്റ് ഒന്നും പറഞ്ഞില്ല. അതിനോടനുബന്ധിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തത്. കാരണം അന്ന് ഗവൺമെന്റ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഫണ്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് ലോക്കൽ ഗവൺമെന്റ് അതായത് ലോക്കൽ കൗൺസിൽസിൽ അല്ലെങ്കിൽ ആ ലോക്കൽ റീജിയൻസിൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസുമായിട്ടുള്ള ബോഡി സെറ്റപ്പ് ചെയ്തിട്ട് അവരെങ്ങനെയാണ് ആ റീജിയനിലേക്കുള്ള ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യാനുള്ള റിക്രൂട്ട്മെന്റ് എടുക്കാനുള്ള ഒരു ഫണ്ടാണ് ഈച്ച് സൗത്ത് ഈസ്റ്റിനും സൗത്ത് വെസ്റ്റിനും അങ്ങനെ റീജിയൻസിന് അവർ അലക്കേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു തീരുമാനം ഈ മാസം അവസാനം, ഏപ്രിൽ മാസം അവസാനം തന്നെ വരുന്നതായിരിക്കും. പക്ഷേ അത് വരുന്നതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് കുറെ കൂടെ സീരിയസ് ആയിട്ട് ഒരു എത്തിക്കൽ റിക്രൂട്ട്മെന്റ് പ്രാക്ടീസിനെ കുറിച്ച് ഉള്ളൊരു ഗൈഡൻസ് 3rd of April പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കാം. ആ പുതിയ ഗൈഡൻസിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ വർക്കറിന് വിദേശത്ത് നിന്ന് ഒരു UK ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാമെന്നുള്ളതാണ്. ആദ്യം തന്നെ ജോലി തരുന്ന ആ സ്ഥാപനത്തിനെ കുറിച്ച് നമ്മുടെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ചെക്ക് ചെയ്യാനുള്ള ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ ഏജൻസിക്ക് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കമ്പനിക്കാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത്, അത് അവരുടെ എത്തിക്കൽ റിക്രൂട്ട്മെന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ലിസ്റ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏജന്റിനോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ എത്തിക്കൽ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ ഇല്ലാത്തത്. അതിനോടൊപ്പം അവർ പറയുന്നുണ്ട്, ഈ ഏജൻസിന് യാതൊരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ജോലി വാങ്ങിച്ചു തരുന്നതിന് ഒരു പൈസ വാങ്ങിക്കാൻ യാതൊരു കാരണവശാലും അനുവാദമില്ല. അത് നിയമവിരുദ്ധമാണ്. പിന്നെ അവർ പറയുന്നുണ്ട്, ചില കാരണത്താൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ ഏജൻസി നാട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ചോദിക്കുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ടായിരിക്കും അവർ ഏതെങ്കിലും രീതിയിൽ ആ പൈസ ചോദിക്കണം. അപ്പൊ എന്നിരുന്നാലും അവരുടെ അടുത്ത് ചോദിക്കുക. പക്ഷെ UK ഗവൺമെന്റിന്റെ നിയമപ്രകാരം നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ടതില്ല. കാരണം എന്തെന്നാൽ ഈ ഏജൻസിക്ക് ഈ എംപ്ലോയേഴ്സ് അതിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കൽ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ എത്തിക്കൽ റിക്രൂട്ട്മെന്റ് ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസി എത്തിക്കൽ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ ഉള്ളതാണോ അല്ലേ എന്നുള്ളത്. അത് നമ്മുടെ UK ഗവൺമെന്റ് എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ സമയത്തിന് ഇതും വളരെ ഏപ്രിലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത ഒരു ലിസ്റ്റാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം. നിങ്ങളിപ്പോ ഒരു ജോബ് കിട്ടി, നിങ്ങൾക്ക് ജോബ് കിട്ടുമ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് കെയർ ഹോമിലേക്കാണ് നിങ്ങൾ ജോബിന് പോകണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ കെയർ ഹോമിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവരുടെ കമ്പനീസ് ഹൗസ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കമ്പനീസ് ഹൗസിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഈ പേര്, നിങ്ങൾ ജോലി ചെയ്യാൻ വരുന്ന ആ ഫേമിന്റെ പേര് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനീസ് ഹൗസ് വെബ്സൈറ്റ്, അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ എപ്പോഴും ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അത് നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് പർട്ടിക്കുലേഴ്സ് ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് പറയുന്ന ജോബ് എന്താണ്, അതിന്റെ പറയുന്ന അവേഴ്സ് എന്താണ്, അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എപ്പോഴാണ് ജോബ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ അവസരങ്ങളിലാണ് എംപ്ലോയറിന് നിങ്ങളെ ഇത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലി കണ്ടുപിടിച്ച് പോകണമെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ നോട്ടീസ് എത്ര പീരീഡ് ആണ് കൊടുക്കേണ്ടത്, പിന്നെ ഹോം ഓഫീസ് റെഗുലേഷൻസ് എന്താണ്, നിങ്ങളുടെ നിബന്ധനകൾ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാനും ഈ ഗൈഡൻസിൽ UK ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത്,
ഇപ്പം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ റൈറ്റ്സ് എന്താണ്? അത് മാത്രമല്ല, നിങ്ങളുടെ സ്പോൺസറിന്റെ ജോലി അല്ലെങ്കിൽ അവിടെ ജോലി ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ റൈറ്റ്സ് എന്താണ്? ഇനി നിങ്ങളുടെ സ്പോൺസർ നിങ്ങളെ ത്രട്ടൻ ചെയ്യുന്നു, ഡിപ്പോർട്ട് ചെയ്യുമെന്ന്, അതിനുള്ള റൈറ്റ്സ് എന്താണ്? പിന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻസിന് ഇവിടെ കൊണ്ടുവരുന്നതിന്റെ റൈറ്റ്സ്, നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരുന്നതിന്റെ റൈറ്റ്സ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഗൈഡൻസിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് തരാനുള്ള ഒരു അപ്ഡേറ്റ്. ഹെൽത്ത് കെയർ വിസ ഒരു ഗവൺമെന്റ് സീരിയസ് ആണ്, പക്ഷെ ഗവൺമെന്റിനെ അത് കുറെ എത്തിക്കൽ ആക്കണം. അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രാക്ടീസ് കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആക്കണം. അതായത് നമ്മളുടെ എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കണം. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ 3rd of April ഇവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? അതായത് ഇറ്റ് ഈസ് ഹിയർ ടു സ്റ്റേ, ബട്ട് ഇറ്റ് നീഡ്സ് ടു ബി ഡൺ ഇൻ എ മോർ എത്തിക്കൽ മാനർ. ആൻഡ് മോർ ഓവർ നമ്മളെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഫണ്ട് അതും ലോക്കൽ കൗൺസിൽസ് നമ്മളിപ്പം അവര് ബൈ എൻഡ് ഓഫ് ദിസ് മന്ത് അവർ മേക്ക് എ ഡിസിഷൻ ഓൺ ഹൗ ദേ ആർ ഗോയിങ് ടു എക്സിക്യൂട്ട് ഇറ്റ്. സോ ഈ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ മിഡ്വേ ത്രൂ വന്നത്. This brings an end to another edition of the Migration Stories. If there is an update, I'll come in midway through and give you an update. Or we will see you next Sunday with another story that matters to migrants in the UK. Please do not forget to subscribe our channel. Thank you very much.